ഇന്ന് ചിലർ വലിയ ശബ്ദത്തിൽ പറയുകയാണ് സ്ത്രീകൾക്ക് ഫ്രീ ബസ് യാത്ര കൊടുത്തതുകൊണ്ട് KSRTC നഷ്ടത്തിലാണെന്ന്. കർണാടകയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ശക്തി സ്കീം. ഈ പദ്ധതി നടപ്പിലാക്കിയ സർക്കാരാണ് ഗവൺമെന്റ് ഓഫ് കർണാടക. മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചു. ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഒരു അമ്മക്ക് ആശുപത്രിയിൽ പോകാൻ സൗകര്യം കിട്ടിയാൽ അത് നഷ്ടമാണോ? ഒരു പാവപ്പെട്ട വീട്ടമ്മക്ക് ജോലിക്ക് പോകാൻ സഹായം കിട്ടിയാൽ അത് നഷ്ടമാണോ? ഒരു വിദ്യാർത്ഥിനിക്ക് കോളേജിൽ പോകാൻ വഴി തുറന്നാൽ അത് നഷ്ടമാണോ? അല്ല സഹോദരങ്ങളെ, അത് നഷ്ടമല്ല. അതൊരു സമൂഹത്തിന്റെ മുന്നേറ്റമാണ്. ഇന്ന് സർക്കാർ ബസ് ഓടിക്കുന്നത് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ്. സ്ത്രീകൾ ഫ്രീ ആയി യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പണം സർക്കാർ സബ്സിഡിയായി നൽകുന്നു. പക്ഷേ ചിലർ സത്യങ്ങൾ മറച്ചു പറയുകയാണ്. സ്ത്രീകൾക്ക് ലഭിക്കുന്ന ചെറിയൊരു സൗകര്യം പോലും കാണുമ്പോൾ ചിലരുടെ കണ്ണിൽ കുത്തുന്നു. ഞാൻ അവരോട് പറയുന്നത് ഒരു വാക്കാണ്. ഒരു സമൂഹത്തിന്റെ പുരോഗതി അളക്കുന്നത് കെട്ടിടങ്ങളുടെ ഉയരം കൊണ്ടല്ല, അവിടെയുള്ള സ്ത്രീകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം കൊണ്ടാണ്. ഒരു സ്ത്രീ സുരക്ഷിതമായി ബസ്സിൽ കയറി ജോലിസ്ഥലത്തെത്താൻ കഴിയുമ്പോൾ, ഒരു വിദ്യാർത്ഥിനി ഭയമില്ലാതെ കോളേജിൽ പോകുമ്പോൾ, അതാണ് യഥാർത്ഥ വികസനം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് നഷ്ടമല്ല, അതൊരു സമൂഹത്തിന് നൽകിയ ബഹുമാനമാണ്. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് നൽകിയ അംഗീകാരമാണ്.